അതില്ലാന്ന് അറിഞ്ഞിട്ടാണ് അച്ഛമ്മ ഈ ഒരു ഇന്റർവ്യൂ കൊടുത്തത്. പപ്പ നമ്മുടെ ഒപ്പം ജീവനോടുണ്ടെങ്കിൽ ഒരിക്കലും ഇവര് കൊടുക്കില്ല, അത് ഉറപ്പാണ്. കാരണം അവിടെ അതൊന്നും അല്ലാന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ. അപ്പൊ അത് ഇല്ലാന്ന് പറഞ്ഞിട്ടാണ് അച്ഛമ്മ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ഞാൻ ഇതതിൽ സോഷ്യൽ മീഡിയയിൽ ഇടാൻ കാരണം ഒരു കുടുംബമായിട്ട് ജീവിക്കല്ലേ. ഏട്ടൻ ഇവരെ കുറിച്ച് പറഞ്ഞ ഒരുപാട് തെളിവുകളുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വരെ ഇവർ ഉപദ്രവിച്ചിട്ട് ജീവിക്കാൻ പറ്റില്ല വെച്ചിട്ട് മുൻകൂട്ടിയിട്ട് നമ്മൾ അവിടെ കേസ് കൊടുത്തു വെച്ചിട്ടുണ്ട്. കാരണം ആൾക്ക് ജോലിയും സമ്മതിക്കില്ല. ആ ഒരു കേസ് കൊടുത്തത് പപ്പയും കൂടിയും പോലീസിനെ വിളിച്ച് സംസാരിച്ച് പപ്പടിയും കൂടിയും അറിവിലാണ് നമ്മൾ ആ ഒരു കേസ് പോയി ഫയൽ ചെയ്തത്. അത് മമ്മിയല്ല, പപ്പ വിളിച്ചിട്ടാണ് പറഞ്ഞത് കുഞ്ചൂസ ഇങ്ങനെ ഒരു കേസ് പോയി ഫയൽ ചെയ്യുന്നു പറഞ്ഞിട്ട്. കൗൺസിലറാണ് എനിക്ക് അതിനുള്ള കാര്യങ്ങളൊക്കെയും ചെയ്തത്. അതൊക്കെ അറിയാം. കാരണം ഇവര് അത്രയും നമ്മളുടെ ഒരു തരത്തിൽ ഇവര് ജീവിക്കാൻ കാരണം നമ്മളിപ്പോ അച്ഛമ്മ പറയണ പോലെ നമ്മൾ പപ്പേനെ അത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു കേസ് കൊടുക്കാൻ, പപ്പയുടെ കുടുംബക്കാരനെ എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കാൻ പപ്പ ഒരിക്കലും സമ്മതിക്കില്ല. പപ്പ വിളിച്ച് പറഞ്ഞിട്ടാണ്, അതേപോലെ കൗൺസിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കേസ് നമ്മൾ 2 വർഷം മുന്നേ പോയി 2 വർഷം മുന്നേ പോയി ഫയൽ ചെയ്തത്. നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ അറിയില്ല. അതൊക്കെ മമ്മി അതൊക്കെ മമ്മിയാണ് നോക്കാം. എനിക്ക് അതിനെ പറ്റി ഞങ്ങള് വളർത്തിയിൽ മമ്മിക്ക് എത്ര മാർക്ക് കൊടുക്കും പപ്പ? അയ്യോ, ഞാൻ 100-ൽ 101 കൊടുക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമസ്കാരം. ഈ ഉണ്ണി വാവ വ്ളോഗ്സ് പറഞ്ഞിട്ടുള്ള ഒരു വ്ളോഗ് ചാനലിൽ അവരുടെ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്. ഇഷ്യൂ അല്ല, അവരുടെ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, രാവിലെ എൻ്റെ വീഡിയോ കണ്ടോ എന്നുള്ളത് അറിയില്ല. അല്ലെങ്കിൽ ഇവരുടെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാരണം അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അവരുടെ അത്യാവശ്യം റീച്ച് കിട്ടി. അതായത് അത്യാവശ്യം ഒരുപാട് പേരിലേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ ഇഷ്യൂ. അപ്പോൾ ഇന്നലെ ഇവരുടെ അമ്മയുടെ, അതായത് ഈ മരിച്ച ആ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ അച്ഛൻ്റെ അമ്മയുടെ, ഇവരുടെ അച്ഛമ്മയുടെ ഒരു ഇൻ്റർവ്യൂ മഴവിൽ കേരളത്തിൽ വന്നിരുന്നു. അപ്പോൾ അച്ഛമ്മ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്ന് ഈ വീഡിയോ കേട്ടോ. ഇന്നിപ്പോൾ ഇവർ ആക്ച്വലി എന്താ പറയുക, ഇതൊക്കെ ഇവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏതൊരു കുടുംബത്തിലും നടക്കുന്നൊരു സംഭവമാണ്. അമ്മായിയമ്മയും മരുകളും തമ്മിലുള്ള നടക്കുന്നൊരു പ്രശ്നമാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ എന്താണെന്ന് അറിയോ, ഈ പ്രത്യേകിച്ച് ഫാമിലി വ്ളോഗേഴ്സിന് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഇവരെ സബ്സ്ക്രൈബേഴ്സിന് മുന്നിൽ വന്ന് പറയേണ്ട സിറ്റുവേഷൻ വരും. അത് കാശിന് വേണ്ടിയിട്ടല്ല ഇവരൊന്നും പറയുന്നത് കേട്ടോ. ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. പൈസയ്ക്ക് വേണ്ടിയിട്ടില്ല. കാരണം വെച്ചാൽ ഈ സബ്സ്ക്രൈബേഴ്സിന്, കാരണം അവരുടെ മുഖം ഒന്ന് മാറിക്കഴിഞ്ഞാൽ, അവർ ഇതിൽ വ്ളോഗിൽ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാലോ അവരൊരു സ്വന്തം കുടുംബം പോലെ കാണുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഇവരിങ്ങനെ കാണുന്നവരൊക്കെ എല്ലാത്തിനും ഒരു കാര്യങ്ങളിലൊക്കെ കയറി അഭിപ്രായം പറയും. നമ്മുടെ നാട്ടിൽ സോഷ്യൽ മീഡിയ അല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കാര്യത്തിലൊക്കെ നാട്ടുകാർ മുഴുവൻ അഭിപ്രായം പറയും. പ്രത്യേകിച്ച് ഇവർ ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ എല്ലാം അവരുടെ ലൈഫ് കംപ്ലീറ്റ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എല്ലാ അണ്ടനടകോടനൊക്കെ കയറി അഭിപ്രായം പറയും. അപ്പോൾ അങ്ങനെ ഒരു സംഗതി റിലേറ്റഡ് ആയിട്ടാണ് അവർക്കിപ്പോൾ ഈ വീണ്ടും ഈ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വന്നിട്ടുള്ളത്. ഈ മഴവിൽ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ അവരുടെ അമ്മയുടെ ഇൻ്റർവ്യൂ വന്നല്ലോ. ഇവരൊരു കാര്യം പറയുന്നുണ്ട്. ഇവരിപ്പോൾ ഫസ്റ്റ് നിങ്ങളൊരു ക്ലിപ്പ് കേട്ടല്ലോ, ഈ മരിച്ച വ്യക്തി ഇവരുടെ പിന്നെ കുറച്ച് ആരോപണങ്ങൾ അവർ പറയുന്നുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇവിടെ പ്ലേ ചെയ്യാം, ബാക്കി നിങ്ങൾ അവർ ഡീറ്റെയിൽ വീഡിയോ കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കണം. അതായത് ഈ മരിച്ചിട്ടുള്ള ഈ വ്യക്തി അവരുടെ അമ്മയായിട്ടും ഒന്നും സുഖത്തിലല്ല. അപ്പോൾ ഒരു ചെറിയൊരു പോയിന്റ് ആട്ടോ. കാരണം വെച്ചാൽ ഇപ്പോൾ ഭാര്യ എത്രത്തോളം പറഞ്ഞു എന്ന് വിചാരിച്ചാലും ഭർത്താവ് ഇങ്ങനെ അമ്മേനെയും വീട്ടിൽ വിളിക്കാതിരിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ എന്താ അതിൻ്റെ സംഭവം എന്നുള്ളത് അറിയില്ല. എന്താണെങ്കിലും സത്യാവസ്ഥ രണ്ടുപേരും പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ രണ്ടുപേരുടെ ഭാഗത്തും ന്യായമുണ്ട്. പിന്നെ പല ആൾക്കാർക്കും അമ്മയുടെ ഭാഗത്താണ് ശരി എന്നുള്ളതും, പല ആൾക്കാർക്കും മറ്റവരുടെ ഭാഗത്ത് ശരിയാണെന്നുള്ളതും, അമ്മയുടെ കുറ്റാണ് ഇവരെ കുറ്റാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. സത്യാവസ്ഥ ഇവർക്ക് എന്തേ അറിയുള്ളൂ. പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെയൊക്കെ ഇത് തോന്നിയൊരു കാര്യത്തിലാണ് ആ മൊബൈൽ ഫോൺ. കാരണം വെച്ചാൽ ഇയാൾ മരിച്ചൊരു സംഗതിയിൽ ഈ അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ വീഡിയോ കോൾ ചെയ്തിരുന്നിട്ട് കഥകടച്ച് പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതിൽ മനംനൊന്ന്, അതായത് ബേസിക്കലി എന്താ വെച്ചാൽ ഇവർ പിന്നെ ഭർത്താവിനെ കൊന്നു എന്നുള്ള ആ ഒരു ആരോപണമാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. അത് ഇവർ പറയണത് അവർ തറവാട്ടിൽ പറഞ്ഞാൽ കൊല്ലുക എന്ന് പറഞ്ഞാൽ ചായ കുടിക്കണ പോലെയാണ്. വെച്ചാൽ അങ്ങനെയാണ് ഇവർ പറയുന്ന ഡയലോഗ്. ഏതായാലും നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പ് പ്ലേ ചെയ്ത ശേഷം ബാക്കി സംസാരിക്കാം കേട്ടോ. പെൺകുട്ടികളുണ്ട്, ഇവരായിട്ട് എനിക്ക് മുന്നോട്ട് നന്നായിട്ട് പോകണം. പക്ഷെ ഇവർ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത് ഞാൻ വിചാരിച്ചിരുന്നില്ല. അത് പറഞ്ഞിരിക്കുന്നത് ഫുള്ള് നോണയാണ്. ഞങ്ങളുടെ അടുത്ത് ഫുള്ളിനുള്ള തെളിവുണ്ട്, ഞാനത് വീഡിയോ സഹിതം പറഞ്ഞുതരാം. പിന്നെ അതിലൊരു കാര്യം പറയുന്നുണ്ട്, ഭർത്താവിനെ അവൾ കൊന്നത് തന്നെയാണെന്ന്. ഇവരുടെ വീട്ടിൽ ഈ കുല്യ എന്ന് പറഞ്ഞ ചായ കുടിക്കണ പോലെയാണ്. അമ്മയുടെ ഇപ്പോൾ എൻ്റെ ഏട്ടൻ മൂത്തത് ഒരു ചേച്ചിയാണ്, രണ്ടാമത്തത് ഏട്ടനാണ്, മൂന്നാമത്തത് ഒരു ചേച്ചിയാണ്, നാലാമത്തത് ഒരു അനിയനാണ്, അഞ്ചാമത്തത് ഒരു ചേച്ചിയാണ്.
മൂന്നാമത്തെ ചേച്ചിയുടെ ഭർത്താവ് ഇതുപോലെ തൂങ്ങി മരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പൊ തൂങ്ങി ഒരു മരിച്ചിട്ട് കുറെ നാളായി. അപ്പൊ അവർക്ക് 2 പെൺകുട്ടികളാണ്. അപ്പൊ ഈ അമ്മ ഇപ്പൊ ഇന്റർവ്യൂ തന്നിരിക്കുന്നവര് പേര് സരോജിനി എന്നാണ്. ആ സരോജിനി അമ്മ ഈ മകളുടെ കുട്ടികളോട് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്, നിന്റെ അച്ഛനെ കൊന്നത് നിന്റെ അമ്മയാണ്. ഇതാണ് ഈ അമ്മ ഈ കുട്ടികളോട് പറയുന്നത്. ഇത് നമുക്ക് അറിയണത് ആ ചേച്ചി തന്നെ നമ്മളുടെ ഇവിടെ വന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. നാളെ അമ്മായിനെ പറയും മാമേനെ കൊന്നത് അമ്മായിയാണെന്ന്. ഇതിപ്പോ ഈ പപ്പയ്ക്ക് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്ന സമയത്ത് ഈ ചേച്ചി വന്ന് ഇങ്ങനെ പറയാണ്, നാളെ ഇങ്ങനെ നിങ്ങളെ പറയും ആ ചേച്ചി സ്വന്തം മകളുടെ ആ കുട്ടിയുടെ അവസ്ഥകൾ ആലോചിക്കണം. ആ കുട്ടികള് അവര് ഞങ്ങളുടെ ചീത്ത വേടടക്കം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. ആ ഭർത്താവ് മരിച്ചിട്ട് ആ സ്ത്രീ പാവം പണിയെടുത്തിട്ടും കഷ്ടപ്പെട്ട ഇവരുടെ മകളാണ്. ഇതൊക്കെ ഏതൊരു വീട്ടിലും അമ്മായിമ്മയും മരുമക്കളും തമ്മിൽ സ്വരച്ചേർച്ച ഇല്ലാത്തൊരു സിറ്റുവേഷൻ പോയിരിക്കാം. എല്ലാ സ്ഥലത്തും ഉണ്ട്. മകളെ പോലെ അല്ല മരുമകൾ, എപ്പോഴും ഡിഫറൻസ് ഉണ്ട്. പക്ഷെ എന്നാലും ഇതൊക്കെ ഏത് കുടുംബത്തിലും സംഭവിക്കുന്നതാണ്. പക്ഷെ ഇതൊക്കെ ഈ ഇഷ്യൂയിലേക്ക് വന്നത് ആ പാവം മനുഷ്യൻ അയാൾ മരിച്ചതല്ല, അയാൾ സൂയിസൈഡ് ചെയ്തോണ്ടാണ്. ആക്ച്വലി ഇതിൻ്റെ റീസണാണ് അല്ല അവരാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനത് അന്നലത്തെ ഒരു കേസ് പറഞ്ഞത് പബ്ലിക് കേരളയുടെ കാര്യം പറഞ്ഞിട്ടോ. അയാൾ ഖാദർ കരിപ്പൊടി പുള്ളി ഒറ്റപ്പാലം CIനെ വിളിച്ച് ആ ഒരു ക്ലിപ്പ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പ്ലേ ചെയ്തിരുന്നു കേട്ടോ. ആ കോസാണ് ആ മനുഷ്യന് പോയി സൂയിസൈഡ് ചെയ്ത ഒറ്റ കാര്യം കൊണ്ടാണ്. പക്ഷെ അവരും പറയുന്നുണ്ട് ഈ ആൾക്ക് ഇതിന് മുന്നേയും ആൾക്ക് ഈ സൂയിസൈഡ് ചെയ്യുന്ന ഒരു ഇതുണ്ട്. കാരണം വെച്ചാൽ അന്നും ഇതേമാതിരി അയാൾ തൂങ്ങാനുള്ളൊരു സിറ്റുവേഷൻ ചെയ്തു എന്നുള്ള ഇവർ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നത്. പിന്നെ ഇവർ ഇവർ വീഡിയോ കോൾ ചെയ്തിട്ടാണ് നിന്നിരുന്നത്. പക്ഷേ അത് ഈ കുടുംബം ഡിനൈ ചെയ്യുന്നത്. ഈ കുട്ടികളും പറയുന്നുണ്ട്, ആ കുട്ടി ചാറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതായത് വീഡിയോ കോൾ അല്ല ചെയ്തത്, വോയിസ് കോളാണ് അച്ഛനായിട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. മനസ്സിലാക്കണം, ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലിരിക്കണം. എൻ്റെ ഭർത്താവിനെ പോയത് എത്ര നമ്മൾ വഴക്കുണ്ടാക്കിയാലും തല്ലുണ്ടാക്കിയാലും ആരെ ഭാര്യയും ഭർത്താവും തല്ലുണ്ടാക്കാത്ത ഇഷ്ടം പോലെ ആൾക്കാർ തല്ലുണ്ടാക്കും ഇല്ലേ? ഞാനും ഉണ്ടാക്കാറ്. കാരണം ഏട്ടൻ ഒരു ദേഷ്യവും വാശിയില്ലാത്ത ഒരാളാണെന്ന് അവർ പറയുന്നുണ്ട്. ഞാൻ വരുന്ന സമയത്ത് ഓരോ സാധനങ്ങൾ എറിഞ്ഞു പൊട്ടിച്ചിട്ട് പറയും, ഏട്ടൻ എറിഞ്ഞു പൊട്ടിച്ചിട്ട് വിളക്കൊക്കെ ഇങ്ങനെ ചരിഞ്ഞിട്ടിരിക്കുന്നുണ്ടാവും. അത്രയും ദേഷ്യ. ഈ കൈ കഴുകാൻ വെള്ളം കൊണ്ട് വെച്ചിട്ടില്ലെങ്കിൽ ആള് ആ കാലുകൊണ്ട് ബക്കറ്റ് ഒറ്റ തട്ടി തെറിപ്പിക്കലൊക്കെ ചെയ്യും. അപ്പോൾ ചെറിയ പെങ്ങൾ പറയും, ഞങ്ങൾ പേടിച്ചിട്ടൊക്കെ ചെയ്തു കൊടുക്കും, ഞങ്ങൾക്ക് പേടിയേട്ടനെ പറയും. ആള് ദേഷ്യക്കാരനാണെന്ന് പറഞ്ഞിട്ട് ഇവര് രീതിയിൽ എന്നോട് പറഞ്ഞു തരും. അപ്പോൾ അയാൾക്ക് നല്ല ദേഷ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് പറഞ്ഞത് ഒന്നാമത് നുണയാണ്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അവരുടെ ചാനലിൽ പോയി കാണുക. ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഇവർ ഇതിനെതിരെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഓൾറെഡി ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് കൊടുപ്പിച്ചത് ഈ മരിച്ചിട്ടുള്ള ഈ വ്യക്തി തന്നെയാണ്. അവരുടെ അമ്മയ്ക്കെതിരെ ആ വീട്ടുകാർക്കെതിരെയൊക്കെ കേസ്, ആ വീട്ടുകാർക്കെതിരെ തോന്നിട്ടോ, അവർക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത് ഈ വ്യക്തി തന്നെ, മരിച്ച വ്യക്തി തന്നെയാണെന്നുള്ളതും. കാരണം ആളാരും സ്വന്തം വീട്ടുകാർക്കെതിരെ കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചില സിറ്റുവേഷൻ ആയിരിക്കില്ലല്ലോ. പിന്നെ എന്താ വെച്ചാൽ ഈ മക്കളെ ആ അച്ഛമ്മ നല്ല രീതിയിൽ നോക്കിയിട്ടില്ല എന്നുള്ള പല കാര്യങ്ങളും ഇവർ ഇതിൽ വന്ന് പറയുന്നുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും കുടുംബ പ്രശ്നമാണ്. ഒറ്റ കാര്യം, ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ രാവിലെ അവരുടെ വീഡിയോ ചെയ്തു. രണ്ടാമത്തെ കാര്യമുള്ളത് അതിൻ്റെ എക്സ്പ്ലനേഷൻ 2 ഭാഗത്തു നിന്നും കേൾക്കുന്ന സമയത്ത് നമുക്ക് പറയാനുള്ളൊരു ബാധ്യതയുണ്ട്. രണ്ടാമത്തെ കേസ് അല്ലെങ്കിൽ ഫൈനൽ കേസ് മെയിൻ കാര്യം ഇത്രയേ ഉള്ളൂ. ഒരാൾ മരിച്ചു പോയി അല്ലേ, ഇനി ആ മനുഷ്യൻ അയാൾ മരിച്ചു, അയാൾ സൂയിസൈഡ് ചെയ്തു. ആ ചങ്ങാതീൻ്റെ എന്താ പറയുക, അയാൾ എന്തായിരുന്നു മോശമായിട്ടുള്ള സംഗതികളും അയാളുടെ ലൈഫ് എന്തായിരുന്നു എന്നുള്ള കാര്യം, അയാൾ ഇത്രയും ദേഷ്യക്കാരനായിരുന്നു, പ്രശ്നക്കാരനായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടിട്ട് 4 ആളെ ഇടയിൽ പറഞ്ഞിട്ട് ആ മരിച്ചു പോയോടത്ത് ആ മനുഷ്യനൊരു സമാധാനം കിട്ടാത്ത, അതായത് അയാളുടെ മാനം പിന്നെയും അയാൾ നാറുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളാണ് 2 പേരുടെ ഭാഗത്തുനിന്നും. 2 സംഗതി അതൊന്ന് ഒഴിവായി നിൽക്കുക. ഇനിയിപ്പോൾ എന്തായാലും അവർ ഇതിലൊരു കേസിൽ വീഡിയോ ഇടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നുണ്ടെങ്കിലും അയാൾ അയാൾ മരിച്ചതിന് ശേഷം വളരെ ആയിട്ടാണ് അയാളെക്കുറിച്ച് ഈ ഒരു സംസാരം വന്നിട്ടുള്ളത്. ഈ ഒരൊറ്റ അഭിപ്രായം എനിക്കിതിലുള്ളൂ കേട്ടോ. മനുഷ്യൻ മരിച്ചു പോയില്ലേ, ഇനിയൊക്കെ ഇതൊന്നും പറയാതിരിക്കുക. അത് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ തന്നെ ദയവേത് അയാളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, മരിച്ചു പോയി കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ അയാൾ ഇത്ര മോശമായിരുന്നു അങ്ങനെയായിരുന്നുള്ള കാര്യങ്ങൾ പറയാതിരിക്കുകയാണ് അതിൻ്റെ ഉചിതം എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നു കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യും.